ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഞാനിനി അടിപൊളി ഒരു ക്യാരറ്റ് കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ പല സൈസിലുള്ള 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കാം. പീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ 4 ക്യാരറ്റിനെ നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ദാ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് കണ്ടിട്ട് വരാം. നമുക്കിതാ അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കാം. അത് ചൂടായിട്ട് വരുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കണ ക്യാരറ്റിനനുസരിച്ചിട്ട് നെയ്യ് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ക്യാരറ്റിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പം നമുക്ക് അതിനാവശ്യത്തിനുള്ള നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ ദേ കുറച്ച് ഒഴിക്കുന്നുണ്ട്, മധുരം ഇഷ്ടമായതുകൊണ്ട്. ഇനി നമുക്ക് ആ ക്യാരറ്റ് വെന്ത് വരുന്ന ടൈമിൽ വേറൊരു അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പാലിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ബൗളിലേക്ക് ഞാനൊരു 2 സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാല് ഓൾമോസ്റ്റ് തിളച്ച് വരുന്നുണ്ടായിരുന്നു. ഞാനതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിതാ ഇളക്കിയതിന് ശേഷം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വിടാതെ ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ, സ്പാച്ചുല വെച്ചിട്ട്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട കിട്ടും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റിനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടി ഈ കസ്റ്റർഡിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കസ്റ്റർഡിൻ്റെ കളറും ആ ഒരു ക്യാരറ്റിൻ്റെ കളറും എല്ലാം കൂടി വന്നപ്പം പുഡിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂം റേസിൻസും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ആൽമണ്ട്സ് ഇടണമെന്നുണ്ടെങ്കിൽ അതിടാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇതും കൂടിയിട്ട് ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ പുഡിങ് ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ ഇതാ ഞാൻ പുഡിങ് ട്രേയിലേക്ക് ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ആ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ ആദ്യം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മളിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തത്. ഇത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.